ഡോക്ടർ നുസ്രത് ജഹാൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റാണ് ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാഫി ചാലിയം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ് ഇവരൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പ്രാർത്ഥനാ സംഗമം കേരളത്തിൽ, അതും കോഴിക്കോട് നടത്തിയതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും? ഹലോ, പറഞ്ഞോളൂ, എന്റെ ചോദ്യം കേട്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഈ കോഴിക്കോട് എന്താ പറ്റിയെന്നുള്ള അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. അത് സോളിഡാരിറ്റി ആണ് നടത്തിയെങ്കിലും ഞാൻ കണ്ടതനുസരിച്ചിട്ട് എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ? അതെ അതെ, മുസ്ലിം സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്. ആരും ഇല്ലാത്തത് മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി എല്ലാരും ഉണ്ടല്ലോ, SDPI, മുസ്ലിം ലീഗ്, എല്ലാ മുസ്ലിം സംഘടനകളും കോൺഗ്രസ് നേതാക്കന്മാര് പങ്കെടുത്തിട്ടില്ല എന്നും പറഞ്ഞൊരു വാർത്ത കണ്ടു. പക്ഷെ എനിക്കറിയാം പങ്കെടുത്തു എന്ന് പറയുന്നു, ഞാൻ അത് അന്വേഷിച്ചു. അതല്ലേ? അപ്പൊ എല്ലാരും ആയി, മൊത്തം ടീം അവിടെ വന്നു. അപ്പൊ മനസ്സിലാവാത്തൊരു കാര്യം, ഒരു ഡെമോക്രാറ്റിക്, ഇവര് ഡെമോക്രസിയെ പറ്റിയിട്ടാണല്ലോ മിനിറ്റിന് പ്രസംഗിക്കുന്ന കൂട്ടരല്ലേ ഇവര്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് ഇവിടെയുള്ള പാർട്ടികൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണ രാജ്യം പറയണത് അവരെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാ. ബാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാൻ ചെയ്യാത്തത് എന്താണോ ഹോം മിനിസ്ട്രീന്റെ നിലപാട് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെ ഹോം മിനിസ്ട്രി. അവരുടെ നിലപാട് അത്രക്കും ശക്തമായിട്ട് തന്നെ വരും ദിവസങ്ങളിലാണ് അറിയാൻ പറ്റിയത്. അപ്പൊ ഈ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ അമേരിക്ക പോലത്തെ ഒരു രാജ്യം പിന്നെ പാലസ്തീന് ജയ് വിളിച്ചവരെ വരെ തിരിച്ചയക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഹമാസിനെ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നോ പാലസ്തീന് സഹായം ചെയ്യില്ല എന്നോ ഇന്ന് വരെ ഇന്ത്യ പറഞ്ഞിട്ടില്ല, ഭാരതം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഇപ്പോഴുള്ള സഹായങ്ങൾ പാലസ്തീൻ എത്തിക്കുക. അവിടത്തുള്ള ഹമാസ് ഭീകരവാദികളെ ഒരു സമയം വരെ ഈ ഒരു പിന്നെ പെട്ടെന്ന് ഹമാസ് കയറി ഇസ്രായേൽ ആക്രമിച്ച ഈ 2 വർഷത്തോളായില്ലേ, ആ സമയം വരെ ഹമാസ് ആ പാലസ്തീന് വരെ ഭീകരരായിരുന്നു. എങ്ങനെ ഇവര് പോരാളികളായി എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം. അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലെ? ഇങ്ങ് അറ്റത്ത് കിടക്കുന്ന കൊച്ചു കേരളത്തിൽ അറബിക്കടലിന്റെ കാറ്റുകൊണ്ട് ഇവര് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോ ഇതിൽ വലിയ അജണ്ട ഉണ്ട്. നമ്മൾ കാണുന്ന ഇത് അജണ്ട വെച്ചപ്പോ ഈ പറയണ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് അന്ന് പറഞ്ഞപ്പോ അത് പാർട്ടി എല്ലാ കുട്ടികളാണ് അറിയാതെ വന്ന. ഇവർക്ക് ഈ ലോകത്ത് ഇവരെ ഫോട്ടോ പിടിച്ച് ഗാന്ധിജിനെയും നെഹ്റുവിനെയല്ലേ ഇവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അവരെ ഫോട്ടോ വെച്ചാൽ മതിയല്ലേ? അപ്പൊ ഇവിടെ വന്ന് പിന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ നാളെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, നാളെ ഇന്ത്യ ഇപ്പൊ നരേന്ദ്രമോദി ഇതിനെ നിരോധിച്ചു എന്ന് വെച്ചോളൂ, ബാൻ ചെയ്തു ഹമാസിനെ ഭാരതത്തിൽ നിന്നാൽ ഇവരപ്പം നമാസ് നടത്തൂ ഹമാസിനെതിരെ, നമ്മൾക്ക് രാജ്യത്തിനെതിരെ, അല്ലെ? ഈ ഒരു ഭീകരാവസ്ഥയിൽ കൊണ്ടുപോകുമ്പോ ഭരണത്തിലിരിക്കുന്ന ചെറിയ സംഘടനകളോ ഒന്നുമല്ല, ഒരു മുഖ്യ പാർട്ടിയായ മുസ്ലിം ലീഗ് ഇതിനൊക്കെ എങ്ങനെ കൊടി പിടിക്കുന്നു എന്നുള്ളതാണ് തീരെ മനസ്സിലാവാത്ത ഒരു കാര്യം. മനസ്സിലാവാത്തല്ല, പക്ഷേ കാരണം മനസ്സിലാവാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്നെ പോലുള്ള ആൾക്കാർ പണ്ട് കണ്ട മുസ്ലിം ലീഗ് ഈ സോളിഡാരിറ്റിയോ വെൽഫെയർ പാർട്ടിയോ SDPI ഒന്നും കൂട്ടാത്ത ആൾക്കാരായിരുന്നു. സിമി ഇവരെയൊന്നും കണ്ടാ സലാം പറയുക, ഇവര് പോണ പള്ളിയിൽ പോവുകയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടു പാണക്കാട് എല്ലാം പുതിയ പുതിയ സാധനങ്ങളാ കാണുന്നത്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇഫ്താർ പാർട്ടിയിൽ പാണക്കാട് തങ്ങളെ കണ്ടു. ഇവര് ഒരു പള്ളിയിൽ, എന്റെ അനിൽജി, ഒരു പള്ളിയിൽ കയറൂലായിരുന്നു മുസ്ലിം ലീഗിന്റെ ആൾക്കാര്. ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ മുജാഹിദൊക്കെ പോലത്തെ ആൾക്കാരുടെ പള്ളിയിൽ കയറൂല.
ഇവർക്ക് അയിത്തമായിരുന്നു ഈ വെൽഫെയർ പാർട്ടിനോടും സോളിഡാരിറ്റി പാർട്ടിനോടും ഒക്കെ. ഇന്നിപ്പോ ഇവരൊക്കെ ഒന്നിച്ച് നിന്നിട്ട് ഒരു മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് ഇതിപ്പോ കാണണ്ടേ നരേന്ദ്രമോദിക്ക് എതിരെ. അപ്പൊ അവര് പറയും ഞങ്ങൾ BJPക്ക് എതിരല്ല, RSSനെതിരെ. RSSനെതിരെ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷാക്ക് RSS എന്ന് വന്ന ആൾക്കാരാ. രാജ്യത്തിന്റെ പിൻബലം അവര് തന്നെയാണ് ഇന്നത്തെ സർക്കാരിന്റെ, അത് സമ്മതിച്ച് തന്നെ തരാം. അപ്പോ ഈ ഒരു ഇവരുടെ പുറത്താക്കാൻ വേണ്ടി ഈ സംഘടനകളെല്ലാം ഒന്നായി ലാസ്റ്റ്. ഇവര് കണ്ടാമിണ്ടാത്ത, സലാം ചെല്ലാൻ മടക്കാത്ത, നോമ്പ് വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല, നിക്കാഹ് ചെയ്യാൻ. നിങ്ങൾക്കറിയോ പള്ളിയിലെ നിക്കാഹ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഖാദിയാരാണ് നടത്തണമെങ്കിൽ സുന്നീന്റെ ആൾക്കാർ, ഈ മുസ്ലിം ലീഗുകാർ വരെ ആ കല്യാണത്തിന് സമ്മതിക്കൂല. ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇപ്പുറത്ത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ആ കല്യാണത്തിൽ ഒരു പറയില്ല ജമാഅത്തുകാരെ ഖാദി പറ്റൂല, ഞങ്ങളെ ഖാദീനെ വേണം, ചെക്കന്റെ പാർട്ടി സുന്നിയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ മുസ്ലിം ലീഗൊക്കെ ഇങ്ങനെ ഒന്നിച്ചു വരുന്നത് ഒരു ഭയങ്കര സ്റ്റോറി തന്നെയാണത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണത്തിൽ പോകണം. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കേന്ദ്രം, കാരണം കേരളത്തിൽ നിന്ന് നമുക്ക് ഇതിന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇതിനെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കുന്തിരിക്കം വാങ്ങി വെച്ചോ പറഞ്ഞവരെ വേറെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത ചെറിയ ആൾക്കാരെ നമ്മള് കണ്ടു അറസ്റ്റ് ചെയ്യണത്. ഇപ്പൊ അത് ഭീകരതയുടെ ഒന്നല്ല. PC ജോർജ്, ബോബി ചെമ്മണ്ണൂരൊക്കെ പോലത്തെ നോക്കുമ്പോ അതൊക്കെ സ്റ്റുപ്പിഡ് കേസുകളാ. പറഞ്ഞുണ്ടാക്കി ഇവരെ അകത്താക്കുക എന്നുള്ള ഒരു കാര്യം നടത്തുന്നു. അപ്പൊ ഇവരെ എല്ലാം അകത്താക്കുക പറയുന്നവരെ മതേതരം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഇവർക്ക് എന്ത് മതേതരാണുള്ളത്? ഇങ്ങനെ ചെയ്യുമ്പോ ഇവര് പറയണോ ഇത് ഞങ്ങൾക്കെതിരെയാണ് പറയണത്. ഹമാസ് ഇവർക്ക് പോരാളികള്, ഇവിടുത്തെ ഹിന്ദുക്കളും RSS എതിരാളികള്. തൊട്ട ബൗണ്ടറിയിൽ നടക്കുന്ന ബംഗ്ലാദേശ്, നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയ ബംഗ്ലാദേശിലേക്ക് നടക്കുന്ന ഹിന്ദുക്കൾ ഇവർക്ക് ശത്രുക്കള്. എത്രയോ മൈൽ ദൂരെയുള്ള പാലസ്തീന് വരെ, പാലസ്തീനോട് വലിയ സപ്പോർട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ യാസർ അറഫാത്തിന്റെ രാജ്യമാണ് പലസ്തീൻ. എന്നാലും അവരുടെ അവസ്ഥ അനുസരിച്ച് എക്കാലവും ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആരും വേണ്ടിയില്ലല്ലോ. ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ എന്താ കാരണം? ഒറ്റയടിക്ക് കൊന്ന് അതിന് പ്രശ്നമില്ല, ആദ്യം ചെയ്യണോനും പ്രശ്നമില്ല. ഗുജറാത്ത് കലാപത്തില് ട്രെയിനിൽ വന്ന സ്വാമിമാരെ ചുട്ടത് പ്രശ്നമില്ലാതായി. മൊത്തം ഒരു ആഭ്യന്തര കലഹം ഇളക്കി വിട്ടിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഒരു ആഭ്യന്തര ലഹള നടക്കുമ്പോ ആർക്കാണ് എന്താണ് സംഭവിക്കുക, ഏത് തീവ്രവാദിയാണോ ഉയർത്തെഴുന്നേക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഹിന്ദുവാവാം, ക്രിസ്ത്യാനിയാവാം, മുസ്ലിം ആവാം. പക്ഷെ അത് ഇളക്കി വിടുന്നത് ആരാണ്? ഈ വക പ്രശ്നങ്ങള്. അപ്പൊ ഇതുപോലെയുള്ള കൊടി പിടിക്കാന്ന ഇന്നലെ ആലോചിച്ച് നോക്കുക. ആ സ്ഥലത്ത് വേറെ ക്ഷമയില്ലാത്ത ഇന്നിപ്പോ RSS പോലത്തെ ഏതെങ്കിലും ഒരു ടീം അവിടെ വന്ന് എതിർ പാർട്ടിയിലുള്ളവര് എന്താണ് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവും? അവിടെ വർഗീയ ലഹളാവും. അപ്പൊ എന്താവും? മുസ്ലിങ്ങളെ പ്രശ്നമാക്കി, മുസ്ലിങ്ങളതാക്കി. അപ്പൊ എല്ലാ ഹിന്ദുക്കളെ ആയിരിക്കും ഇന്നലെ അവിടെ അറസ്റ്റ് ചെയ്യുക, അല്ലെ? നമ്മളെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോ വേറൊരു സ്റ്റേറ്റിലാണെങ്കിലും അത്ര പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനത്തെ ഇത്രയും പ്രശ്നമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവർക്കൊരു ലഹള ഇളക്കി വിടണം. പണ്ട് മലബാർ ലഹളൊക്കെ ഉണ്ടാക്കിയ പോലെ അറബിക്കടലിൽ എറിഞ്ഞ കത്തി ഞാൻ ഊരി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവര് തന്നെയാണ് ഇപ്പോഴും മലബാറിലുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാനൊക്കെ കുറച്ച് വിശ്വസിക്കുന്നത്.